നമസ്കാരം. കൊച്ചി ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ കിട്ടിയ ന്യൂസ്. ആദിവാസി ദളിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഭാരത് ബന്ദിൽ പൊതുമുതലുകൾ നശിപ്പിക്കുകയോ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. വിദ്യാർത്ഥികൾ സംഘടനകൾ ഒന്നും തന്നെ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോളേജുകൾ തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കും. ആശുപത്രി, പത്രം, പാൽ, ആംബുലൻസ് തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങളെ സമരം ബാധിക്കില്ല. പൊതുഗതാഗതം സ്തംഭിക്കാനും സ്വകാര്യ ഓഫീസുകൾ അടച്ചിടാനും സാധ്യതയുണ്ട്. ബഹുജൻ സംഘടനകൾ ബന്ദിൽ പങ്കുചേരുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി ദേശീയ പണിമുടക്ക് നടക്കുന്നു. എന്നാൽ കേരളത്തിൽ ഹർത്താൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്കൂളുകളും കോളേജുകളും തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകളെല്ലാം തന്നെ നടക്കുന്നതായിരിക്കും. കേരളത്തിൽ 13 ജില്ലകളിലും ഹർത്താൽ ആണ്. ചെറിയ രീതിയിലുള്ള പ്രകടനങ്ങളും ജാഥകളും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. വയനാട് ജില്ലയെ ഹർത്താൽ ഒരു തരത്തിലും ബാധിക്കുകയില്ല. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ബന്ദാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ട്രെയിൻ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളിൽ സംശയമുണ്ട്. എന്തായാലും കേരളത്തിൽ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്ക് ഉണ്ടാവുകയില്ല.